ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട വെച്ചിട്ടുള്ളൊരു ഡിഷാണ്. മുട്ട കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. മുട്ട ബുജി, മുട്ട ഓംപ്ലേറ്റ്, അങ്ങനെ ഒരുപാട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷാണ്, മുട്ട കൊണ്ട് ഒരു ഇഡ്ഡലി. അതിന് വേണ്ടി നമ്മൾ ഒരു ഇഡ്ഡലി തട്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇഡ്ഡലി തട്ട് എടുക്കുക. കുഴിയുള്ള തട്ടെടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്ത് ഇതുപോലെ ചെയ്യാം. മുട്ട അടി പിടിക്കാതിരിക്കാനാണ് നമുക്കിങ്ങനെ ചെയ്യണം. എല്ലാ കുഴിയിലും ഞാൻ ഇപ്പോൾ 5 കുഴിയുള്ള തട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഓരോ മുട്ട വീതം ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുക. ഇതുപോലെ 5 കുഴിയിൽ ഇതുപോലെ ഒഴിക്കുക. നിങ്ങൾക്ക് കൂടുതൽ മുട്ട ആവശ്യമാണെങ്കിൽ അതുപോലെ കൂടുതൽ തട്ട് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എല്ലാത്തിലേക്കും കുറേശ്ശെ ഉപ്പ് തൂളി കൊടുക്കാം. ഒരു നുള്ളു മതി. അടുത്ത നമുക്ക് സ്റ്റവ് ഓണാക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ചൂടായതിനു ശേഷം ഈ തയ്യാറാക്കി വെച്ച തട്ട് അതിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. ഇഡ്ഡലി പാത്രത്തിൽ 1/4 ഭാഗത്തോളം വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ തട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. അടുത്ത് നമുക്കൊരു മസാല തയ്യാറാക്കാം. മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 നുള്ള്, കുരുമുളക് 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് മുട്ട കൊണ്ടൊരു ഇഡ്ഡലി ആണ്. ഇതൊരു വെറൈറ്റി ഡിഷാണ്. നമുക്ക് നോക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കട്ടെ കേട്ടോ. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം.
സൂപ്പറാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരിക്കലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയ വീഡിയോയുമായി ഇനിയും വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.